തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐഎം ഇന്നു മുതൽ സമരരംഗത്ത്. കോർപ്പറേഷൻ കൌൺസിലർമാരും മുനിസിപ്പൽ അംഗങ്ങളും പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് നടക്കും. ഫണ്ട് അനുവദിക്കാത്തതിനെതിരായ പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, അങ്ങനെ സിപിഐഎം സമരമുഖത്തെത്തിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? കീർത്തന റോഷ്നി, തദ്ദേശ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുകയാണ്. അതിന്റെ തുടക്കം കൂടിയാണെന്ന് സിപിഎം നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, ജനപ്രതിനിധികളാണ് ആ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൂടി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യവാരം തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകും. കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് നൽകാത്തതുകൊണ്ട് ഭരണപ്രതിസന്ധിയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായി പണം നൽകിയിരുന്നില്ല എന്ന വാദം മുഖ്യമന്ത്രി ഉയർത്തുന്നുണ്ട്. അതേസമയം ഇത് വലിയ പ്രതിസന്ധിയാകുകയും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് കടുത്ത പ്രതിഷേധത്തിലിറങ്ങാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. അപ്പോൾ ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നൂറുകണക്കിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, അത് കോർപ്പറേഷനൊപ്പം മുനിസിപ്പൽ അംഗങ്ങളൊക്കെ പങ്കെടുക്കും. ഇത് വലിയൊരു പ്രതിഷേധമാക്കി മാറ്റാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകി.